വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. ഇടുക്കിയിലേക്കാണ്. അവിടെ തിരച്ചിലിനൊടുവിൽ ഒരു മൃതശരീരം ലഭിച്ചിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. രാഹുൽ വിവരങ്ങൾ പറഞ്ഞോളൂ. കാണാതായ ആളെ കണ്ടെത്തി എന്നുള്ളതാണ്. ഒരാളെയാണ് ഇനിയും മണ്ണിനടിയിൽ നിന്ന് എടുക്കേണ്ടിയിരുന്നത്. അയാളെ ഇപ്പോൾ കണ്ടെത്തി എന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങളാണ് ലഭ്യമാവുന്നത്. രാഹുൽ സുരേഷ് ഉണ്ട്. രാഹുൽ, എന്താണ് നിലവിലെ സാഹചര്യം? ഏറ്റവും വേദനിപ്പിക്കുന്ന ഒരു വാർത്തയാണ് അടൂർമലയിൽ നിന്നും പുറത്തു വരുന്നത്. ഈ സുമതിയുടെ മൃതദേഹം കണ്ടെത്തിയിട്ടുണ്ട് എന്നതാണ് അടൂർമലയിൽ നിന്നും നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഡി കുര്യാക്കോസ് എംപിയെ കൂടി ഫോണിൽ നിന്ന് കണക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അക്കാര്യത്തിലൊരു വ്യക്തത ലഭിക്കുകയും ചെയ്യും. അവിടെ നിന്നും ലഭ്യമാവുന്ന അവിടെ നിന്നുള്ള ആളുകൾ നമ്മളോട് അറിയിച്ചിരിക്കുന്ന വിവരം അനുസരിച്ച് ഈ കാണാതായിരിക്കുന്ന സുമതിയുടെ മൃതദേഹം കണ്ടെത്തിയിട്ടുണ്ട് എന്നതാണ് അവിടെ നിന്നും ലഭ്യമായിട്ടുള്ള വിവരം. തെരച്ചിലിനൊടുവിലാണ് ഈ ഫയർഫോഴ്സിന്റെയും NDRFന്റെയും ഉൾപ്പെടെ നടത്തിയ രക്ഷാപ്രവർത്തനത്തിനൊടുവിലാണ് ഒരാളുടെ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത്. ഇന്ന് പുലർച്ചെയുണ്ടായ മണ്ണിടിച്ചിലാണ് ഈ സുമതിയെ കാണാതാവുന്നത്. കൂടെ ഉണ്ടായിരുന്ന മറ്റു രണ്ടുപേരും ഓടി രക്ഷപ്പെട്ടിരുന്നു. പക്ഷേ സുമതി മണ്ണിനടിയിൽ പെടുകയായിരുന്നു. അല്പസമയം മുമ്പ് നടത്തിയ തെരച്ചിലിനൊടുവിലാണ് ഈ സുമതിയുടെ മൃതദേഹം കണ്ടെത്തിയിട്ടുള്ളത്. എന്തായാലും മഴക്കെടുതിയുമായി ബന്ധപ്പെട്ട് ഇടുക്കി ജില്ലയിൽ ഒരു മരണം സംഭവിച്ചിട്ടുണ്ട് എന്നതാണ് വളരെ വേദനയോടുകൂടി തന്നെ റിപ്പോർട്ട് ചെയ്യേണ്ടത്. പുലർച്ചെയാണ് ഈ അടൂർമല കുടയത്തൂർ പഞ്ചായത്തിലെ അടൂർമലയിൽ മണ്ണിടിച്ചിൽ ഉണ്ടാവുകയും ഒരു വീട്ടിലെ 3 പേർ ഈ അപകടത്തിൽ പെടുകയും ചെയ്തത്. ഗ്രഹനാഥനും മകനും അടക്കം 2 പേർ ഓടി രക്ഷപ്പെട്ടിരുന്നു. മകനെ മണ്ണിനടിയിൽ നിന്നുമാണ് രക്ഷപ്പെടുത്തിയത്. അങ്ങനെ ആദ്യഘട്ടത്തിൽ 2 പേരെ രക്ഷപ്പെടുത്താനായിരുന്നു. പക്ഷേ സുമതി ഈ മണ്ണിനടിയിൽ പെട്ടുപോകുകയായിരുന്നു. ഏതാണ്ട് മണിക്കൂറുകൾ നീണ്ട രക്ഷാപ്രവർത്തനത്തിനൊടുവിലാണ് നമ്മളോടൊപ്പം MP നമ്മൾ ഇത്ര നേരം രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങളെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോഴിതാ സങ്കട വാർത്തയാണ്, മൃതദേഹമാണ് കണ്ടെത്തിയിരിക്കുന്നത്. അതെ 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 നമ്മൾ ഉദ്ദേശിച്ച പോലെ ആളെ ജീവനോടെ രക്ഷിക്കാനായില്ല എന്നുള്ളത് ഏറെ സങ്കടകരമാണ്. മണ്ണിനടിയിൽ പുതഞ്ഞ നിലയിലാണ് ആളെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ളത്. ഏതായാലും 3 ആളുകൾ ഉണ്ടായിരുന്ന കുടുംബത്തിൽ ഒരാൾ നഷ്ടപ്പെട്ടതിന്റെ വേദന അറിയിക്കുന്നു. ഞങ്ങളെല്ലാവരും രാവിലെ മുതലേ ഇവിടെ സജീവമായിരുന്നു. രക്ഷാപ്രവർത്തകരുടെ നേതൃത്വത്തിൽ ശ്രമങ്ങൾ ആരംഭിച്ചപ്പോൾ തന്നെ കണ്ടെത്താൻ കഴിഞ്ഞു എന്നുള്ളത് ആ ഒരു നിലയിലുള്ള ആശ്വാസകരമായ ഒരു സ്ഥിതിയുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ ക്രമീകരിച്ചു. ഇനി ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനും അല്ലെങ്കിൽ മറ്റ് രക്ഷാപ്രവർത്തനങ്ങളും ഒക്കെ സുഗമമായി നടത്തേണ്ടതായിട്ടുണ്ട്. മഴ തുടരുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ അല്പം ആശ്വാസകരമായ സ്ഥിതിയിലാണ് മഴയുള്ളത്. മറ്റു കാര്യങ്ങൾ തുടർന്ന് അതാണ്, ഈ മഴ നമ്മൾ പ്രതീക്ഷിക്കാത്തതാണ്, പെട്ടെന്നുണ്ടായതാണ്. പലയിടങ്ങളിലും പെട്ടെന്നാണ് ഈ വെള്ളം കയറിയതും ഉരുൾപൊട്ടലൊക്കെ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇനിയിപ്പോൾ റെഡ് അലേർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് 3 മണിക്കൂറിലേക്ക്. ഈ മുൻകരുതൽ നടപടികളൊക്കെ കൂടുതൽ ശക്തമാക്കേണ്ടി ആയിട്ടുണ്ട്. തീർച്ചയായിട്ടും അതെ. ഏതായാലും അതിനനുസരിച്ചുള്ള ഒരു ക്രമീകരണങ്ങൾ നേരത്തെ മുതലേ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നലെ രാത്രി 9:30 മണി മുതൽ ശക്തിപ്പെട്ട മഴ ഏതാണ്ട് തുടർച്ചയായി 3-4-5 മണിക്കൂർ സമയം നിലനിന്നു. ആ ഒരു തരത്തിൽ വന്നപ്പോൾ നമുക്കുണ്ടായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടാണ് ഇപ്പോൾ ഇത്രയും അത്യാഹിതം. ഏതായാലും തുടർന്നുള്ള കാര്യങ്ങളിൽ അതനുസരിച്ച് ക്രമീകരണങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാന്നുള്ള. ഈ 2 പേരുടെ വീട്ടിൽ നിന്ന് രക്ഷപ്പെട്ട 2 പേരുടെ ആരോഗ്യനില തൃപ്തികരമാണോ? ഒരാൾക്കൊന്നും തന്നെ സംഭവിച്ചിട്ടില്ല. കാരണം അദ്ദേഹം നേരത്തെ തന്നെ സംഭവ സ്ഥലത്ത് നിന്ന് മാറിയിരുന്നു. എന്ന് വെച്ചാൽ പ്രശ്നം ഉണ്ടായി കഴിഞ്ഞപ്പോൾ അദ്ദേഹം പുറത്തായിരുന്നു. അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്നും വിട്ടുപോയ ആളാണ് ഇപ്പോൾ മരണപ്പെട്ടത്. ഗ്രഹനാഥ മകനാണ് മണ്ണിനടിയിൽ വീണ് പോയിട്ട് അദ്ദേഹത്തെ അയൽവാസികൾ കൂടി രാത്രി തന്നെ 2 മണി സമയത്ത് തന്നെ രക്ഷപ്പെടുത്തിയത്. ശ്രീ ഡി കുര്യാക്കോസ്, ഏറ്റവും പ്രധാനപ്പെട്ട മണിക്കൂറുകളാണ് ഇനി വരാനുള്ളത്. നേരത്തെ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ പ്രതിനിധികളുമായിട്ട് ഞങ്ങൾ സംസാരിക്കുകയായിരുന്നു. അപ്പോൾ അദ്ദേഹം പറയുന്നത് 303 mm മഴ പത്തനംതിട്ടയുടെ ചില ഭാഗങ്ങളിൽ മാത്രം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. ആ ഒരു ബെൽറ്റ്, പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, ആ ഒരു ബെൽറ്റിൽ പ്രതീക്ഷിച്ചതിനേക്കാൾ വലിയ മഴയാണ് സംഭവിച്ചിട്ടുള്ളത്. ഇനി വരും മണിക്കൂറിലപ്പോൾ കാറ്റ് പ്രതീക്ഷിക്കേണ്ടതുണ്ട്. ഈ മലയോര മേഖലകളിൽ ഉണ്ടായിട്ടുള്ള ഉരുൾപൊട്ടൽ, അതിൻ്റെ വെള്ളമൊക്കെ താഴത്തേക്ക് കുത്തിയൊലിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത്തരത്തിൽ ഇപ്പോൾ ആളുകളൊക്കെ ഉണർന്നെണീക്കുന്ന സമയം മാത്രമാണ്. ഒരുപക്ഷെ ഇത്ര വലിയൊരു മഴ രാത്രി സംഭവിച്ചിട്ടുണ്ടെന്ന് ഇപ്പോൾ രാവിലെ എണീക്കുമ്പോഴായിരിക്കും പല ആളുകളും അറിയുന്നത്. അപ്പോൾ എല്ലാവർക്കും മുൻകരുതലുകൾ നൽകണം. ഒരുപാട് കാര്യങ്ങൾ ഇനി ചെയ്യാനുണ്ട് അടുത്ത മണിക്കൂറുകളിൽ, അല്ലേ MP? ആംബുലൻസ് കൊണ്ടുപോയി. അപ്പൊ അതായത് ഈ പറഞ്ഞതുപോലെ മഴയുടെ മുന്നറിയിപ്പ് അനുസരിച്ചുള്ള ക്രമീകരണങ്ങളാണ് നേരത്തെ കൊടുത്തതും അതനുസരിച്ച് ഇനി മുന്നോട്ട് ചെയ്യേണ്ടതായിട്ടുള്ളത്. അപ്പൊ ആ ഒരു നിലയിൽ നമുക്ക് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇപ്പൊ ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിലുള്ള ഡിസാസ്റ്റർ മാനേജ്മെന്റ് യൂണിറ്റിന്റെ ഭാഗത്തു നിന്നുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. ഏതായാലും മറ്റ് അത്യാഹിതങ്ങൾ ഉണ്ടാകാതെ ഈ കാര്യങ്ങളൊന്ന് കടത്തിവിടണം എന്നുള്ളതാണ് എല്ലാവരും ഒത്തുചേർന്നുള്ള ഒരു ചിന്ത.
ശരി ശരി, വളരെ നന്ദി ശ്രീ ഡി കുര്യാക്കോസ് എം പി. ഒരു സാഹചര്യത്തിൽ ഞങ്ങളോട് പ്രതികരിച്ചതിന്. ദുഃഖകരമായ വാർത്തയാണ്. അദ്ദേഹത്തെ രക്ഷപ്പെടുത്താനാവുമെന്നായിരുന്നു ഇത്രയും നേരം ഉണ്ടായിരുന്ന പ്രതീക്ഷ. ഇപ്പോൾ മൃതദേഹമാണ് ലഭിച്ചിരിക്കുന്നത്. കൂടെ ഉണ്ടായിരുന്ന 2 പേർ, ഒരാൾ രക്ഷപ്പെട്ടിരിക്കുന്നു, മറ്റൊരാൾ ഈ മണ്ണിടിച്ചിൽ നടക്കുമ്പോൾ പുറത്തായിരുന്നു. അപ്പോൾ 2 പേർ ഈ വീട്ടിലുണ്ടായിരുന്നവർ രക്ഷപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ സുമതിയുടെ മൃതദേഹമാണ് ലഭിച്ചത്. രാഹുൽ സുരേഷ് തുടരുന്നുണ്ട്. രാഹുൽ, ഇനി വാഗമണിലും ഒരാൾ കുടുങ്ങിക്കിടക്കുന്നതായുള്ള സംശയമുണ്ട്. അവിടുത്തെ രക്ഷാപ്രവർത്തനം ഏത് രീതിയിലാണ്? വാഗമണ്ണില് മണ്ണിനടിയിൽ കുടുങ്ങിയിരിക്കുന്ന ഒരാളെ രക്ഷപ്പെടുത്താനുള്ള ശ്രമം ഇപ്പോഴും തുടരുകയാണ്. അവിടെയും ഒരാൾ മണ്ണിനടിയിൽ കുടുങ്ങിയിട്ടുണ്ട്. അത് ഈ വീടിന്റെ മുകളിലേക്ക് മണ്ണിടിഞ്ഞ് വീഴുകയായിരുന്നു. ആ വീട്ടിലുണ്ടായിരുന്ന ഒരാളെയാണ് കാണാതായിരിക്കുന്നത്. രക്ഷാപ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ സംഭവ സ്ഥലത്തേക്ക് ഉൾപ്പെടെ പോയ വാഗമൺ പോലീസിന്റെ വാഹനത്തിന് മുകളിലും മണ്ണിടിഞ്ഞ് വീണിരുന്നു. അതുകൊണ്ട് പോലീസുകാർക്കും അവിടേക്ക് എത്താൻ കഴിയാത്ത സാഹചര്യമുണ്ട്. നിലവിൽ നാട്ടുകാരുടെ നേതൃത്വത്തിലാണ് വാഗമണ്ണിൽ ഈ മണ്ണിനടിയിൽപ്പെട്ട ഒരാളെ രക്ഷപ്പെടുത്താനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൂടാതെ ഫയർഫോഴ്സും സംഭവ സ്ഥലത്തേക്ക് എത്താനുള്ള ശ്രമങ്ങൾ തുടരുന്നു. എല്ലായിടത്തുമുള്ള പ്രധാനപ്പെട്ട തിരച്ചിൽ പുരോഗമിക്കുകയാണ്. ഇന്നലെ പെയ്ത മഴയിൽ മണ്ണിടിഞ്ഞ് ഒരാളുടെ മരണമാണ് ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടുള്ളത്. വിവരങ്ങളാണ് രാഹുൽ സുരേഷ് നൽകിയത്.